ദിവസവും 12 കുപ്പി ബിയറായിരുന്നു മണി അകത്താക്കിയത്. 2 വർഷം മുന്നേ ഡോക്ടർ എഴുതിക്കൊടുത്ത കുറിപ്പടപ്രകാരം മരുന്ന് മേടിച്ച് കഴിക്കുകയും ചെയ്യുമായിരുന്നു. 2 വർഷമായി ഡോക്ടറെ കാണാനേ കലാഭവൻ മണി പോയിട്ടില്ല. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം പാടിയിൽ നടക്കുന്ന കലാപരിപാടികളാണ് മണിയെ കൂടുതൽ കുഴപ്പത്തിലേക്ക് എത്തിച്ചത്. ബിയർ വേണം എന്ന് പറഞ്ഞപ്പോൾ തന്റെ ഉറ്റ സുഹൃത്ത് പുറത്തുപോയി വന്നതിന് ശേഷം ഒരു പാനീയം കൊടുത്തു. ആ പാനീയം കുടിച്ചതിന് ശേഷമാണ് കലാഭവൻ മണിക്ക് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടായത്. മണി ഷർട്ടെല്ലാം അഴിച്ചിട്ട് തണുത്ത ഐസ് വെള്ളം ദേഹത്തൊഴിച്ച് അവിടെ നിവർന്ന് കിടന്നു. കൂടാതെ മണിയുടെ തലയുടെ ചുവട്ടിൽ ഒരു ടേബിൾ ഫാനും കൊണ്ടുവച്ചു. അമിതമായ ദാഹവും അമിതമായ ശ്വാസം മുട്ടലും വിയർപ്പ് മുട്ടലുമാണ് അന്ന് കലാഭവൻ മണി അനുഭവപ്പെട്ടിരുന്നത്. ഈ കൂട്ടുകാരൻ എന്താണ് കൊണ്ട് കൊടുത്തതെന്ന് ഇന്നും ആർക്കും അറിയാൻ മേല. എന്നിരുന്നാലും ബിയറല്ല, വേറെന്തോ വസ്തുവിൽ വേറെന്തോ പാനീയം കലർത്തിയാണ് കലാഭവൻ മണിക്ക് കൊടുത്തത്. വളരെ പെട്ടെന്ന് തന്നെ അബോധാവസ്ഥയിലായ മണിയെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഇവരെല്ലാവരും തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ ഒരു കാരണവശാലും ഡോക്ടറെ കാണാൻ പോകണ്ട എന്നായിരുന്നു മണിയുടെ തീരുമാനം. മാത്രവുമല്ല, മറ്റുള്ളവരെ ആക്രമിക്കുന്നൊരു സ്വഭാവവും മറ്റുള്ളവരെ ചീത്ത വിളിക്കുന്നൊരു സ്വഭാവവും അന്ന് പാടിയിൽ അരങ്ങേറി. പക്ഷേ സുഹൃത്തുക്കൾ ചേർന്ന് മണിയെ ചികിത്സിച്ചിരുന്ന ഡോക്ടറെ വിളിച്ചു വരുത്തി. ആലപ്പുഴയിലായിരുന്നു ഡോക്ടർ ഉണ്ടായിരുന്നത്. വളരെ വേഗത്തിൽ ഡോക്ടർ കാർ ഓടിച്ചു വന്നപ്പോൾ മണിയുടെ അവസ്ഥ പരിതാപകരമായിരുന്നു. ഡോക്ടർ കയറി വന്നു മണിയോട് സംസാരിച്ചു. മണി, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഇത് വളരെ ആപത്താണ്. മണിയുടെ ജീവൻ തന്നെ പോയേക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കലാഭവൻ മണി ആദ്യം വിസമ്മതിച്ചിരുന്നെങ്കിലും പിന്നീട് സമ്മതിക്കുകയായിരുന്നു. അതിനുശേഷം ബാത്റൂമിൽ ഒന്ന് പോയി വരാമെന്ന് മണി പറഞ്ഞു. ബാത്റൂമിൽ ചെന്നിട്ടും കാണാതായിരുന്നതോടെ ഡോക്ടർ തിരക്കി ചെന്നപ്പോൾ അവിടെ അബോധാവസ്ഥയിൽ കിടക്കുന്ന മണിയെയാണ് കണ്ടത്. കൂടാതെ ചുറ്റും രക്തം തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. 2-3 ദിവസം മുന്നേ രക്തം കഴുകിക്കളഞ്ഞ പാടും രക്തത്തിന്റെ കറകളും ഭിത്തിയിലും എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇത് ആരാണ് ചെയ്തത്, ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാതെ പകച്ചു നിന്നുപോയി ഡോക്ടർ. വളരെ അവശനായി ബോധരഹിതനായ കലാഭവൻ മണിയെ 2-3 പേർ ചേർന്ന് താങ്ങി നിർത്തി ഡോക്ടറിന്റെ കാറിൽ കയറ്റി പോകുമ്പോഴേക്കും മണി അബോധാവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. കലാഭവൻ മണി പോകുന്നതിന് മുന്നേ മണിയെ സമ്മതിപ്പിക്കാനായി ഒരു സെഡേഷൻ ഡോക്ടർ കൊടുത്തിരുന്നു. ഈ ഒരു സെഡേഷന്റെ അളവ് കൂടിപ്പോയതാണോ ഇതിന് കാരണമെന്നും എല്ലാവർക്കും സംശയിക്കേണ്ടിയിരിക്കുന്നു. ആശുപത്രിയിൽ ചെന്ന ഉടനെ കലാഭവൻ മണിക്ക് വേണ്ടി സ്ട്രക്ചർ ഒരുക്കിയിരുന്നു. പക്ഷേ മണി ഇതെല്ലാം വിസമ്മതിച്ച് ഞാൻ നടന്നു പോയിക്കോളാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. മണിയെ മറ്റുള്ളവർ പെട്ടെന്ന് തിരിച്ചറിയുമെന്നതുകൊണ്ട് സ്ട്രക്ചറിൽ കിടന്ന് മുഖം കൈകൊണ്ട് പൊത്തിപ്പിടിക്കാനാണ് എല്ലാവരും ആവശ്യപ്പെട്ടത്. അങ്ങനെ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് മണി അങ്ങനെ തന്നെ ചെയ്തു. നേരെ ICUവിലേക്കായിരുന്നു കലാഭവൻ മണിയെ പ്രവേശിപ്പിച്ചത്. ഇത് പരിശോധിച്ച ഡോക്ടർ ഇവരോട് കാര്യമായി പറഞ്ഞു, അറിയിക്കാനുള്ളവരെയെല്ലാം നിങ്ങൾ അറിയിച്ചോളൂ. മണിയുടെ നില അതീവ ഗുരുതരമാണ്. മദ്യപിക്കരുത് എന്ന് പറഞ്ഞിട്ടും മണി മദ്യപിച്ചു. പക്ഷെ അതെല്ലാം പോട്ടെ, ഏറ്റവും അവസാനമായി കൊടുത്ത ലായനിയാണ് മണിക്ക് ഗുരുതരമായ പ്രശ്നമുണ്ടാക്കിയത്. ലിവർ പാടെ പൊടിഞ്ഞു പോയൊരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ആരാണ് ഈ ലായനി കൊടുത്തത്, എന്തിനാണ് ലായനി കൊടുത്തത്, എന്ത് ലായനിയാണ്, ഇതെല്ലാം അന്വേഷിക്കണം എന്ന് ഡോക്ടർ തക്കതായി എല്ലാവരോടും പറഞ്ഞു. പക്ഷേ പിന്നീട് വന്ന പോലീസും CBIയും ഇത് അന്വേഷിച്ചെങ്കിലും ഇതിലെന്താണ് കലർത്തിയതെന്നും ആർക്കും ഒരു പിടിയും കിട്ടിയിരുന്നില്ല. 2 ദിവസത്തിന് ശേഷം മണിയെ വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. അടുത്ത ദിവസം തന്നെ കലാഭവൻ മണിയെ വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിക്കുകയും വെന്റിലേറ്ററിൽ എത്തിയ ശേഷം തന്നെ കലാഭവൻ മണിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി 2 ദിവസം വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തി. ഇനിയും ഒരു തിരിച്ചുവരവ് ഇല്ല എന്നറിഞ്ഞ് ബന്ധുക്കൾ പറഞ്ഞു, ഇനിയും മണിച്ചേട്ടനെ ഇങ്ങനെ കിടത്തണ്ട, മണിച്ചേട്ടനെ വിട്ടുകൊടുത്തേക്ക്. ഇന്നും ചുരുളഴിയാത്ത ഒരു രഹസ്യമായി നിൽക്കുകയാണ് കലാഭവൻ മണിക്ക് ആരാണ് ആ ലായനി കൊടുത്തത്, എന്ത് ലായനിയാണ്, എന്തിനു വേണ്ടി കൊടുത്തു എന്നതിന് ഉത്തരം ആർക്കും കിട്ടാതെ ഇന്നും നിലനിൽക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കലാഭവൻ മണി ഇന്നും ജീവിച്ചിരിക്കുന്നു.